അല്ല, ഇതിൽ ഇ ഡി അന്വേഷണം നടത്തുന്ന അവർ നേരത്തെ തന്നെ അവരുടെ അന്വേഷണ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. സ്വാഭാവികമായിട്ടും അത് അവരുടെ എക്കണോമിക് ഒഫൻസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാന്ന് പറയുന്നത് ആ അന്വേഷണ ഏജൻസിയുടെ ഉത്തരവാദിത്തമാണ്. അവർക്ക് അതിൽ കേസെടുക്കാവുന്ന ഒന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കേസെടുക്കാം. പക്ഷേ ഇ ഡി എടുക്കുന്ന എല്ലാ കേസുകളും മുന്നോട്ടേക്ക് പോകാറില്ല. കാരണം ആദ്യത്തെ ഘട്ടത്തിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് പലപ്പോഴും പാതി വഴിയിൽ ഒഴിവാക്കേണ്ടി വരുന്ന എത്രയോ കേസുകൾ, അതല്ലാതെ പോകുന്ന പല കേസുകൾ നമുക്കറിയാവുന്ന പോലെ. ഞാൻ നേരത്തെ 2 കേസുകളുടെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി കേസായിരുന്നു അജിത് പവാറിനെതിരെ ഉണ്ടായിരുന്നത്. ആ കേസ് എങ്ങനെയൊക്കെ പോയി എന്നുള്ള കാര്യം നമുക്കറിയാം. സുവേന്ദു അധികാരിക്കെതിരെ ഉണ്ടായിരുന്ന കേസ് അതേപോലെ ആവിയായി പോയതാണ്. അപ്പോൾ അതൊക്കെ സ്വാഭാവികം. പക്ഷെ എന്നാൽ പോലും ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം ഇത് BJP വന്നതിന് ശേഷം ഉണ്ടായ ഏജൻസിയല്ല ഇ ഡി എന്ന് പറയുന്നത്. ഇ ഡി എത്രയോ കാലമായിട്ട് ഇവിടെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. സാമ്പത്തിക കുറ്റങ്ങൾ, അതായത് മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ചുള്ളതും കറപ്ഷൻ ആക്ട് അനുസരിച്ചുള്ളൊക്കെ ഉള്ള കേസുകൾ അവർ സ്വാഭാവികമായിട്ട് അന്വേഷിക്കും. അവരന്വേഷിച്ചിട്ട് അതിന് ബന്ധപ്പെട്ട തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് കുറ്റപത്രം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് പോകും. അത് പക്ഷെ അവർ അന്വേഷിക്കുന്നതിന് മുമ്പേ അന്വേഷിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നതിൽ കാര്യമില്ല. ഇ ഡി ഒരു പക്ഷേ അന്വേഷിക്കാൻ വരുന്നത് മറ്റു പല കേസുകളുടെയും വെളിച്ചത്തിൽ ഒരു പക്ഷേ അതിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടായേക്കും. അത് നമുക്ക് പറയാൻ പറ്റില്ല. ഇ ഡി ഒരു രാഷ്ട്രീയ താല്പര്യത്തിനും വഴങ്ങാത്ത ഏജൻസിയാണെന്ന് ഞാൻ പറഞ്ഞാൽ ഈ ലോകത്തിൽ ആരും വിശ്വസിക്കില്ല. സ്വാഭാവികമായിട്ടും അതുണ്ടാകും. ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കട്ടെ. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നിശാന്ത് പറഞ്ഞ ഒന്നിനോട് ഞാൻ പിന്നെ ശരിക്കും യോജിക്കുന്നു. കാരണം ഇപ്പറഞ്ഞ ഇപ്പോഴത്തെ വീണ വിജയനെ പ്രതിയാക്കിയിട്ടുള്ള കേസിൽ അതിലുള്ള കാര്യം എന്ന് പറയുന്നത് അവിടെ കൃത്യമായിട്ടുള്ള ഒരു കരാറിന്റെ കാര്യമുണ്ട്. കാരണം സേവനം കൊടുത്തോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്. സേവനം കൊടുക്കണോ കൊടുക്കണ്ടോ എന്നുള്ള കാര്യത്തിൽ അവരെ കരാർ ഞാനത് കണ്ടിട്ടില്ല. ആ കരാറിൽ സേവനത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ, സേവനം കൊടുത്താൽ മാത്രമേ പ്രതിഫലം കൊടുക്കൂ എന്ന് പറയുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അതൊരു പക്ഷേ പിന്നെ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് AMC ആയിട്ടുള്ളതാണെന്ന് നമുക്കറിയില്ല. 2 രീതിയിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് AMC ആണ്, രണ്ടാമത്തേത് ഈ അവർക്ക് വേണ്ടിയുള്ള ഉപദേശങ്ങൾ കൊടുക്കാൻ, സാങ്കേതിക ഉപദേശങ്ങൾ കൊടുക്കാനുള്ള ഒന്നാണ്. അത് എനിക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനേക്കാൾ വലിയ പ്രശ്നമുള്ളത് ഇനി ഇ ഡി വരുമ്പോൾ അന്വേഷിക്കുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ വരും. അത് സ്വാഭാവികമായിട്ടും ഒരു പ്രതിഫലവും കൊടുക്കാതെ, ഒരു സേവനവും കിട്ടാതെ കുറെ ആളുകൾക്ക് കാശ് കൊടുത്തു എന്നുള്ളതിന് തെളിവുകളാണ് ഈ ചുരുക്ക പട്ടികയിൽ മുഴുവൻ വരുന്നത്. അത് യാഥാർത്ഥ്യമാണെങ്കിൽ, അത് തെളിയിക്കപ്പെടാൻ പറ്റുകയാണെങ്കിൽ അതാണ് വലിയ കോളിലൊക്കെ സൃഷ്ടിക്കാൻ പോകുന്ന കേസ്. അതിൽ മാധ്യമ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വരുന്നതാണ്. മാധ്യമ സ്ഥാപനങ്ങളുടെ പല ഉന്നതന്മാരും കാശ് ഭാഗിയായിട്ട് പറയുന്നുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരുകൾ ചുരുക്കപ്പട്ടികയിലുണ്ട്. ഇപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട സംഭവമായിട്ട് വരും. കാരണം അങ്ങനെ ഉണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും പുറത്തേക്ക് വരേണ്ടത്, അത് ഏത് രാഷ്ട്രീയത്തിന്റെ ആളുകളാണെങ്കിലും ഈ പറയുന്ന രൂപത്തിൽ ചുരുക്കപ്പട്ടികയിൽ ഉള്ള അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പെടുന്ന ആളുകൾ അത് വരേണ്ടത്. കാരണം ഇവിടെ ഇപ്പോഴത്തെ കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല ഈ പറയുന്ന രൂപത്തിൽ. അതിലവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് മണി ലോണ്ടറിങ് ആക്ടിന്റെ പരിധിയിൽ പെടണമെങ്കിൽ ഇത് കള്ളപ്പണം വെളുപ്പിച്ചതായിട്ട് കാണണം. ഇവിടെ വീണ സേവനം കൊടുത്തോ ഇല്ലയോ എന്നുള്ളതാണ് ഈ ഇന്റർനെം സെറ്റിൽമെന്റ് ബോർഡിന്റെ മുന്നിലുണ്ടായ പ്രശ്നം. അത് തന്നെയാണ് ഇപ്പോൾ SFIO കൊണ്ടുവന്നിട്ടുള്ളത്. അവിടെ മണി ലോണ്ടറിങ്ങില്ല. കാരണം അവർ ഇത്ര 1.72 കോടിയുടെ അതുമായി ബന്ധപ്പെട്ട നികുതി അടച്ചിട്ടുണ്ട് എന്നവർ പറയുന്നു, ഈ GST അടച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ അത് ഒരു മണി ലോണ്ടറിങ്ങിന്റെ സാധ്യതയില്ല. പിന്നെ കള്ളപ്പണം ഈ രീതിയിൽ കറപ്ഷന്റെ കാര്യത്തിലാണെങ്കിൽ വീണ കാശ് ചെലവഴിച്ചതിനെ കുറിച്ചല്ലല്ലോ, അത് എക്സാലോജിയെ പറ്റേ CMRനെതിരെ വേണമെങ്കിൽ കറപ്ഷൻ ചാർജൊക്കെ എടുക്കാൻ പറ്റും. അതല്ലാതെ ഉള്ള സാധ്യത കുറവാണ്. പിന്നെ ഉള്ളത് ഏക കാര്യം 1.72 എന്നുള്ളത് 2.72 ആയതിന്റെ ഒരു കാര്യമുണ്ട്. അതായത് 1 കോടിയുടെ കാര്യത്തിൽ അതിന്റെ കണക്കുകൾ ഹാജരാക്കിയിട്ടുണ്ടോ ഇല്ലയോ അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ മണി ലോണ്ടറിങ് ആക്ടിന്റെ പരിധിയിൽ പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കറപ്ഷന്റെ പരിധിയിൽ പെടാനുള്ള സാധ്യത കൂടുതലാണ്. അത് വ്യക്തമാക്കേണ്ട കാര്യം. അത് കോടതിയുടെ മുമ്പായൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇപ്പൊ എന്തായാലും ഈ പറയുന്ന രൂപത്തിൽ ഇപ്പൊ കൊടുത്തുള്ള കുറ്റപത്രം ഉണ്ടല്ലോ, ആ കുറ്റപത്രം അനുസരിച്ചിട്ട് അത് തെളിയിക്കും. അതിലാണല്ലോ ഈ 2.72 എന്ന് പറയുന്നത്. ഇ ഡി അത് വെച്ചിട്ടാണല്ലോ വരാൻ പോകുന്നു എന്ന് പറയുന്നത്. അപ്പം എന്തായാലും SFIOയുടെ ഈ കുറ്റപത്രത്തിൽ SFIOക്ക് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയാൽ ഇ ഡിക്ക് അതൊരു പിടിവള്ളിയായിട്ട് മാറും. ബാക്കി കിടക്കുന്ന കാര്യമുണ്ട്. ഇ ഡിക്ക് വരാൻ സാധ്യതയുള്ളൊരു കാര്യം, അത് കുറച്ചുകൂടി കോളിലക്കം ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് ബാക്കിയുള്ള കുറെ ആളുകൾക്ക്, മാധ്യമ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയാണ് പറയുന്നത്. അത് അവർ അവിടെ ആവുമ്പോൾ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല.